അടിപൊളിയായിരുന്നു. ഹോസ്റ്റലിൽ എല്ലാവരും ആയിക്കോട്ടെ നല്ല പഠിക്കാനുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരയിടയിൽ നമ്മളിപ്പോൾ എത്ര പഠിക്കാത്ത ആളാണെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ആകും. പിന്നെ ഈ MBBS കിട്ടുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊന്നുമല്ല. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ച് അങ്ങനെ പോകുന്നവരാണ്. MBBS സീറ്റ് കിട്ടുമോ കിട്ടൂല അങ്ങനെ ഒരു ഡൗട്ടായിട്ടായിരുന്നു നിൽക്കുന്നത്. അപ്പോഴാണ് ഈ റീനീറ്റ് വരുന്നത്. അപ്പോൾ റീനീറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫേവറായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വീക്ക് സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തേ? എനിക്ക് ഈ കെമിസ്ട്രി തന്നെ വീക്ക്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഞാൻ +2ൻ്റെ ഒപ്പം ഒരു നീറ്റ് എഴുതിയപ്പോൾ അതിൽ തീരെ മാർക്കില്ല. അതിൽ മാർക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞ് എന്തായാലും നമുക്ക് അടുത്ത റിപ്പീറ്റ് നമുക്ക് അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു. പോയി പിന്നെ റേസിനാണെങ്കിലും അതേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹലോ എവ്രിവൺ, നീറ്റ് 2026 ഹൈ സ്കോറുകൾ നേടിയ റേസിൻ്റെ സ്റ്റുഡൻസായ അർഷിനും റേസുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ അവരുടെ ഒരു ജേർണി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം. സോ നീറ്റൊക്കെ കഴിഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്നത്? ഈ ഒരു മൊമെൻറ്റിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് കാലത്തെ സ്ട്രഗിളിന് ശേഷമാണ് ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2026 ഒരു നീറ്റ് കഴിഞ്ഞു, പിന്നെ അത് ക്യാൻസൽ ചെയ്ത് പിന്നെ ഒരു റീനീറ്റ് നടത്തുമ്പോൾ ആ ഒരു പ്രഷർ ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് ഇവിടം വരെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. ഇതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുമ്പോൾ. ഫസ്റ്റത്തെ നീറ്റ് എഴുതിയപ്പോൾ അത്യാവശ്യം അടിപൊളി മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടും നമ്മൾ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പേപ്പർ ലീക്കായി എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഒരു ഭയങ്കര പ്രഷറായിരുന്നു. പിന്നെ ആ പ്രഷർ ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ ഇതിലെത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. റേസ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നായാലും റേസിനായാലും എങ്ങനെയായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? റേസ് എപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരെപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഓരോ കാര്യങ്ങളും നോക്കി. ഇപ്പോൾ എക്സാംസ് നടത്തുമ്പോൾ അതിലത്തെ ഓരോ മിസ്റ്റേക്സ് അവർ മിസ്റ്റേക്സ് എങ്ങനെ വരുന്നത് കണ്ടുപിടിച്ച് അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അത് തിരുത്തി അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് റേസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ എക്സാമൊക്കെ അടിപൊളി എക്സാം ആയിരുന്നു. നമുക്കിപ്പോൾ ഡെയിലി ഓരോ എക്സാമാണ്. നമ്മളിപ്പോൾ ഈ നീറ്റ് ഫസ്റ്റത്തെ നീറ്റ് കഴിഞ്ഞില്ല. ഫസ്റ്റത്തെ നീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഡെയിലി ഫുൾ ടോപ്പിക് എക്സാം തരുകയും ഒരു 180 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാം തരും. അപ്പോൾ അതിൽ നിന്ന് ടൈമൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് പറ്റി. നീറ്റിലും റീനീറ്റിലും നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ? നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ? നമ്മൾ ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഫസ്റ്റത്തെ നീറ്റ് കഴിഞ്ഞില്ലേ, അപ്പോൾ 2 ആഴ്ച ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. മറ്റേ ഈ ലീക്കായത് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ കുറേ ഫോണിലൊക്കെ നോക്കിയിട്ട് നമ്മളെ ഫസ്റ്റുള്ള ആ സ്ട്രാറ്റജി ഒക്കെ നമുക്ക് മറന്നു പോയിരുന്നു. പിന്നെ റേസത്തെ മെൻറ്റേഴ്സൊക്കെ ആയാലും നമുക്ക് പുതിയ സ്ട്രാറ്റജി പറഞ്ഞു തന്നിട്ട് പിന്നെ ഒരു മാസം ഇരുന്ന് പഠിച്ചിട്ട് നമ്മൾ പിന്നെയും ട്രാക്കിലേക്ക് ആയതാണ്. നമ്മൾ ഫസ്റ്റ് നീറ്റ് കഴിഞ്ഞ് പിന്നെ ക്യാൻസലേഷനൊക്കെ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ടച്ചങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കുറേ. എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു നീറ്റ് ടൈം ഒരു റിലാക്സേഷൻ ആണല്ലോ, അതിലങ്ങ് മൊത്തം അങ്ങ് പോയി. കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്നു, എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ട ആ സമയം ഞങ്ങൾക്ക് കിട്ടി. 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞങ്ങൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നീറ്റ് എനിക്ക് കെമിസ്ട്രി കുറച്ച് നല്ലോണം ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രി ഒന്നുകൂടെ ഡെപ്ത് പഠിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പിന്നെ തിയറി കൂടുതൽ പഠിക്കുന്നതിന് പകരം എക്സാംസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. റേസിൻ്റെ ഈ ഒരു അക്കാഡമിക് സിസ്റ്റം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ ഇരിക്കുന്നവരാണ്, സോ ഒരു അക്കാഡമിക് സിസ്റ്റം എങ്ങനെയാണ് ഹെൽപ്ഫുൾ ചെയ്തത്? ഹോസ്റ്റൽ അടിപൊളിയായിരുന്നു. ഹോസ്റ്റലിൽ എല്ലാവരും ആയിക്കോട്ടെ നല്ല പഠിക്കാനുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരയിടയിൽ നമ്മളിപ്പോൾ എത്ര പഠിക്കാത്ത ആളാണെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ആകും. പിന്നെ ഓരോ എക്സാം ആയിക്കോട്ടെ അതിലുള്ള നമുക്കിപ്പം പേഴ്സണലായിട്ട് എന്ത് തെറ്റുണ്ടെങ്കിലും അത് വേറെ ആളോട് ചോദിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ഡെയിലി നമ്മളവിടേക്ക് വരും. പിന്നെ നമ്മൾ അവരോടായിട്ട് ഡൗട്ട് ക്ലിയർ ആക്കും. അങ്ങനെ ഒരു സെഷൻ ഒരു വേറെ തന്നെ വെച്ച് തരും. പറഞ്ഞാൽ തന്നെ ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ നമ്മൾ അല്ലാണ്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാൽ നല്ല സെറ്റാവും. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ സെറ്റാവുള്ളൂ. ആ ഒരു വാർഡൻ വേണം, വാർഡൻ്റെ കുറച്ച് സ്ട്രിക്ട്നെസ് വേണം. പിന്നെന്താ പറയുക, ഹോസ്റ്റലാകുമ്പം എനിക്കിപ്പോൾ ഞാൻ കുറേ പഠിച്ച് മടുപ്പ് പിടിച്ച് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ളവരിങ്ങനെ പഠിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ടെൻഷനാവും, എല്ലാവരും നല്ല പഠിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ കളിച്ച് കിടക്കുന്ന പോലെ ആ ഫീൽ വരും.
അപ്പോൾ എന്താ വെച്ചാൽ ഹോസ്റ്റലാകുമ്പം നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടും പഠിത്തത്തിൽ. പിന്നെ ഹോസ്റ്റലിലാകുമ്പം എന്താ വെച്ചാൽ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ സാർമാരെന്താക്കും ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി വരും. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞുള്ള ഡൗട്ട് അപ്പോൾ തന്നെ നമുക്ക് തീർക്കാനും പറ്റും. റീനീറ്റിൽ ഒരു ഹൈ സ്കോർ നിങ്ങൾ നേടി. അപ്പം ആ ഒരു ഹൈ സ്കോറിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് എന്താണ്? ആ ഈ സ്കോറിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് നീറ്റിൽ സ്കോർ കുറച്ച് കുറവായിരുന്നു. അതായത് എന്താ MBBS സീറ്റ് കിട്ടുമോ കിട്ടൂല അങ്ങനെ ഒരു ഡൗട്ടായിട്ടായിരുന്നു നിൽക്കുന്നത്. അപ്പോഴാണ് ഈ റീനീറ്റ് വരുന്നത്. അപ്പോൾ റീനീറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫേവറായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എന്താ പ്രഷർ കൊടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെന്താ വെച്ചാൽ റീനീറ്റിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക എക്സാംസ് ഒരു മാസം ഗ്യാപ്പാണ് കിട്ടിയത്. ആ മാസം മൊത്തം ഡെയിലി തുടക്കത്തിലൊക്കെ ഒരു എക്സാം ചെയ്തായിരുന്നു, പിന്നെ 2 എക്സാമൊക്കെ വെച്ച്. അതായത് ഡെയിലി നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത്ര ക്വസ്റ്റ്യൻസ് ചെയ്യൂല. ഒരു ക്വസ്റ്റ്യന് 5 മിനിറ്റൊക്കെ ഇരുന്ന് അങ്ങനെ സമയം കുറേ കളയും. പക്ഷേ ഈ എക്സാം വെച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ 150-150 അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പിന്നെ അതിൽ വരുന്ന മിസ്റ്റേക്ക് നമ്മൾ തിരുത്തി. അങ്ങനെയായിരുന്നു ഈ റീനീറ്റിന് അപ്പിയർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ മറ്റേ 180 ക്വസ്റ്റ്യൻസ് ഉള്ള 2 എക്സാം നടത്തി. അപ്പോൾ നമ്മളെ സ്ട്രെസ്സ് പരിഗണിച്ചിട്ട് രാവിലെ ഒരു 90 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചെറിയ എക്സാമും പിന്നെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 180 ക്വസ്റ്റ്യൻസ് ഉള്ള വേറെ എക്സാമും ആക്കി. പിന്നെ അതിന് രാത്രി തന്നെ അതിനുള്ള ഡൗട്ടൊക്കെ ഫുള്ള് ക്ലിയർ ആക്കി തരും. പിന്നെ പുതിയ സ്ട്രാറ്റജി പറഞ്ഞു. പിന്നെ നമ്മളെ മാർക്ക് കുറയുമ്പോൾ ജസ്റ്റാമിസ് ആയിക്കോട്ടെ ഇങ്ങനെ വിളിക്കും, ഡെയിലി ഇങ്ങനെ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതൊക്കെ വിളിച്ചിട്ട് ഒന്ന് മോട്ടിവേറ്റ് ആക്കി വിടും. പിന്നെ പിറ്റേത്തെ എക്സാമിലേക്ക് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ മറ്റേ ഓരോ എക്സാം ഓരോ ലെവലുണ്ടാവും. മറ്റേ ഈസി ഉണ്ടാവും, മോഡറേറ്റ് ഉണ്ടാവും, ടഫ് ഉണ്ടാവും. ഇപ്പോൾ ഈ ടഫ് എക്സാം ആണെങ്കിൽ എല്ലാവർക്കും മാർക്ക് കുറയുന്നത് പരിഗണിച്ചിട്ട് നമുക്ക് കുറച്ച് കുറഞ്ഞാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ട്രാക്ക് തന്നെ ആക്കലുണ്ട് ഇവിടുത്തെ മെൻറ്റേഴ്സ്. ഓക്കെ, ഇനി വീക്ക് സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തേ? എനിക്ക് ഈ കെമിസ്ട്രി തന്നെ വീക്ക്. അപ്പോൾ എനിക്ക് ഫിസിക്സ് പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ഒരു ട്രാക്കിലായിരുന്നു. പിന്നെ എനിക്ക് കെമിസ്ട്രി കുറച്ച് വീക്ക്. ഈ കെമിസ്ട്രി എനിക്ക് വീക്കായ കാരണം പറയുമ്പോൾ ഞാൻ +1 +1 +2 ഈ NCERT ഒന്നും അധികം ടച്ചില്ലായിരുന്നു. പിന്നെ ഈ റിപ്പീറ്റ് എത്തിയപ്പോഴാണ് ഇവിടുത്തെ മെൻറ്റേഴ്സാണ് പറഞ്ഞത് തന്നെ NCERT കെമിസ്ട്രി ഒക്കെ പക്കാ പഠിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക കെമിസ്ട്രി ഡെപ്ത് കിട്ടില്ല. പിന്നെ ഞാൻ ഈ വർഷം എന്താ പറയുക പകുതിക്ക് ശേഷം ഫുള്ള് കെമിസ്ട്രി NCERT ഫുള്ള് തറവാക്കി. അപ്പം കെമിസ്ട്രി കുറച്ച് ഓക്കെ ആയി വന്നു. എൻ്റെ കേസ് പോലെ തന്നെ ഉണ്ട്. അതായത് കെമിസ്ട്രിയാണ് എനിക്ക് കുറച്ച് വീക്കായിട്ട് വരുന്നത്. ഫിസിക്സ് ഞാൻ ആദ്യം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ഫിസിക്സ് പിന്നെ റീനീറ്റ് വരുമ്പോൾ അത് കുറേ മൈൻഡിലുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്ത് കൈ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അത് മൈൻഡിൽ കുറച്ചുകൂടെ കാലം നിൽക്കും. പക്ഷേ കെമിസ്ട്രീൻ്റെ കേസിൽ തിയറി കൂടുതൽ വരുമ്പോൾ പെട്ടെന്ന് മറന്നു. അപ്പോൾ കെമിസ്ട്രി തന്നെയായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇതായി വന്നത് റീനീറ്റിൽ. അപ്പോൾ അത് ഞാൻ എന്താക്കി കൂടുതൽ NCERT നോക്കി റെഫർ ചെയ്ത് അങ്ങനെ കുറച്ച് ഡെപ്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതുപോലെ ഒരു റിപ്പീറ്റിംഗ് ജേണി ടോട്ടലി നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഫാമിലി ഫുൾ ഒപ്പരായിരുന്നു. അത് ഫസ്റ്റത്തെ ഞാൻ +2ൻ്റെ ഒപ്പം ഒരു നീറ്റ് എഴുതിയപ്പോൾ അതിൽ തീരെ മാർക്കില്ല. അതിൽ മാർക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ ഇപ്പനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞ് എന്തായാലും നമുക്ക് അടുത്ത റിപ്പീറ്റ് നമുക്ക് അടിപൊളിയാക്കാന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു പോയി. പിന്നെ റേസിനാണെങ്കിലും അതേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ റിപ്പീറ്റിംഗ് ജേണി എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ്. അതായത് ഞാൻ 3 കൊല്ലം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ +2ൻ്റെ ഒപ്പം നീറ്റ് ചെയ്ത് വെറുതെ ഒരു ലാഘവത്തോടെ അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ലല്ലോ. ഇത്ര ലക്ഷം കുട്ടികൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്യുന്ന ഒരു എക്സാമാണ്, അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താക്കി അത് ജസ്റ്റ് അങ്ങനെ ജോലിയായി വെറുതെ പോയി എഴുതി. അതിലെത്ര 100 സംതിങ് മാർക്കായിരുന്നുള്ളത്. പിന്നെ ഇവിടെ റേസിലേക്ക് ജോയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഉപ്പ ഇങ്ങനെ ഒരാളെ വിളിച്ചു നോക്കി, അറിയുന്ന ഒരാളെ. അപ്പോൾ മൂപ്പര് കുറച്ച് ഓപ്ഷൻസ് പറഞ്ഞു, അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ റേസ് സെലക്ട് ചെയ്ത് അങ്ങനെ റേസിലേക്ക് വന്നു. അങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റിൽ എനിക്ക് 539 മാർക്കോ അങ്ങനെ എന്തായിരുന്നു. അത് 2024 ആയിരുന്നു. അപ്പോൾ 24 എക്സാം അറിയാലോ, പിന്നെ പേപ്പർ ലീക്ക് വന്ന് പിന്നെ ഭയങ്കര സിമ്പിൾ എക്സാം. അപ്പോൾ അതിൽ എന്തായാലും കിട്ടില്ല ഉറപ്പായി. അങ്ങനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവർ ഒരിക്കലും എനിക്കിങ്ങനെ സമയം കളയണം അങ്ങനെയൊന്നും ചോദിച്ചില്ല. അവർ റിപ്പീറ്റ് ചെയ്യാൻ പോയിക്കോ അങ്ങനെ പറഞ്ഞു. പിന്നെ 2025 എക്സാം ഭയങ്കര ടഫ്. അപ്പോൾ ഈ 2 എക്സ്ട്രീമും കണ്ട് ഞാൻ 2024 ഭയങ്കര ഈസിയും 25 ടഫസ്റ്റ് എക്സാമും. അങ്ങനെ 26ലേക്ക് വന്ന് അത് പിന്നെയും ഇതായി റീനീറ്റ് വന്ന്. അങ്ങനെ റീനീറ്റിൽ ഇപ്പോൾ ഒരു സേഫ് സ്കോർ എത്തി. അങ്ങനെ ഒരു സമാധാനത്തിൽ നിൽക്കാം. നിങ്ങളെപ്പോലെ ഡോക്ടർ ആവണമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പുറത്ത്. സോ നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അവരോട് എനിക്ക് പറയാനുള്ളത്
ഈ ഡോക്ടർ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പറയും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറോ അങ്ങനെ മാത്രമല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ കരിയറിൽ. അപ്പോൾ പക്ഷേ നമുക്ക് ഈ ഡോക്ടറാവുന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ളൊരു അംബീഷൻ ആണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീമാണിത്. പിന്നെ ഈ MBBS കിട്ടുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരൊന്നുമല്ല. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായി ഒരു ടൈം ടേബിൾ വെച്ച് പഠിച്ച് അങ്ങനെ പോകുന്നവരാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് എന്നോട് ആരെയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പ്രിഫർ ചെയ്യുക റേസിനായിരിക്കും. കാരണം എനിക്ക് ഇവിടെ പഠിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടെ എത്രത്തോളം ഇവിടുത്തെ ടീം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ നമുക്ക് നല്ല വീക്കാണെങ്കിൽ നമ്മൾ അത് ടെൻഷനായിരിക്കട്ടെ, നമുക്ക് ഇനിയിപ്പോൾ നീറ്റ് കിട്ടൂല. നീറ്റിലിപ്പോൾ 3 സബ്ജക്റ്റാണല്ലോ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വീക്കാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നീറ്റ് കിട്ടൂല എന്ന് വിചാരിക്കേണ്ട. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കെമിസ്ട്രി എനിക്ക് വീക്കായിരുന്നു, അപ്പോൾ ഞാൻ കെമിസ്ട്രി കുറച്ചും കൂടെ ഡെപ്തിൽ പഠിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സ് വീക്കുള്ളവർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഫിസിക്സ് നല്ല നല്ല ക്വസ്റ്റ്യൻസൊക്കെ നല്ല JEE പ്രീവിയസ് ഇയേഴ്സൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വീക്കുള്ള സബ്ജക്റ്റ് നമുക്ക് ട്രാക്കിലാക്കാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അതെ. പിന്നെ നല്ല നല്ല എക്സാം നമ്മളെ ഇപ്പോൾ റേസിലാണെങ്കിൽ തന്നെ ഡെയിലി എക്സാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ല എക്സാംസ് ഈ 180 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കറക്റ്റ് ടൈം 1 ക്വസ്റ്റ്യൻ 1 മിനിറ്റ് വെച്ചിട്ട് നല്ല ടൈമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇതുണ്ടാക്കി പഠിച്ചാൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടട്ടെ, ഫ്യൂച്ചർ അടിപൊളിയാവട്ടെ, ഇടയ്ക്കിടയ്ക്ക് റേസിലോട്ടൊക്കെ വരിക. ഓൾ ദി വെരി ബെസ്റ്റ്.